കുഞ്ഞാവാ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ? എന്താ പോത്തത്? ഈ അപ്പൂപ്പനെ മനസ്സിലായോ? ആരാണ്? മന്ത്രി അപ്പൂപ്പൻ. സാറല്ല, വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ എന്ന് പറഞ്ഞേ. ആ, ഏത് മന്ത്രി അപ്പൂപ്പൻ? വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ. അതെ, സ്കൂൾ തുറക്കട്ടാ. മറ്റേ ഈ മൊബൈലിലുള്ള പഠിത്തം ശരിയാവുന്നില്ലല്ലേ? അത് ബുദ്ധിമുട്ട് തന്നെ അല്ലേ? ആ, സ്കൂൾ തുറക്കാം കേട്ടോ. സ്കൂള് നവംബർ മാസം 1-ാം തീയതി തുറക്കാം. എന്ത്? നമ്മൾ ഈ കറണ്ട് സ്കൂൾ സിസ്റ്റം ശരിയല്ല. ഞാൻ ഇപ്പം പറഞ്ഞുതരാം എന്താന്ന്. നമ്മളെല്ലാവരും കേട്ട് വളരുന്നത് നല്ല മാർക്കില്ലെങ്കിൽ നല്ല ജോലി എവിടെയും കിട്ടത്തില്ലെന്നാണ്. എല്ലാവരും ഇതൊക്കെ തന്നെയാണ് കേട്ട് വളരുന്നത്. പക്ഷേ ഇതൊരു കംപ്ലീറ്റ്ലി തെറ്റാണ്. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ എന്തുവാ ചിന്തിക്കുന്നതെന്ന്. നല്ല ഗ്രേഡ്സ് വേണം, പക്ഷേ നിങ്ങളൊരു ടീച്ചറോ അല്ലെങ്കിൽ പ്രൊഫസറോ ആവണമെങ്കിൽ മാത്രം. ആൻഡ് ഓൾസോ ഇന്ത്യ 64 കൺട്രീസിൽ 59th റാങ്കാണ് എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ. പക്ഷേ ആക്ച്വലി ഫിൻലാൻഡിലാണ് ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത്. ലോകത്ത് ഏത് വലിയ പരീക്ഷ വന്നാലും ഫീനിക്സ് സ്റ്റുഡൻസ് ആയിരിക്കും ടോപ്പേഴ്സ്. കാരണം ഇവിടുത്തെ പിള്ളേർ മണിക്കൂറത്തേക്ക് പഠിക്കുകയോ അല്ലെങ്കിൽ ഹോംവർക്ക്സോ ചെയ്യാറില്ല. പിള്ളേർ ഹോംവർക്ക് ചെയ്യാതിരിക്കുന്നതല്ല, ഫിൻലാൻഡിൻ്റെ ടീച്ചേഴ്സ് പിള്ളേർക്ക് ഹോംവർക്ക് കൊടുക്കാറേ ഇല്ല. അത് മാത്രമല്ല, ഫിൻലാൻഡിൻ്റെ ടീച്ചേഴ്സ് പിള്ളേരെ പഠിപ്പിച്ച് ബോറോ അല്ലെങ്കിൽ മടുപ്പിക്കാറേ ഇല്ല. ഇന്ത്യയിൽ പേരൻസ് കുട്ടികളെ 4 വയസ്സാകുമ്പോളെ പഠിപ്പിക്കാൻ വിടും. പക്ഷേ ഫിൻലാൻഡിൽ പേരൻസ് അവരെ കുട്ടികളെ 7 വയസ്സാകുമ്പോളെ പഠിപ്പിക്കാൻ വിടത്തുള്ളൂ. കാരണം ഫിൻലാൻഡിൽ പേരൻസ് പറയുന്നത് കുട്ടികൾ അവരെ കിഡ് ലൈഫ് എൻജോയ് ചെയ്യണമെന്നാണ്. ഫിൻലാൻഡിൽ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കൊളാബറേഷനിലാണ്, അല്ലാതെ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് അല്ല. അതുമാത്രമല്ല, ഫിൻലാൻഡ് കൂടാതെ സിംഗപ്പൂരും ഫിൻലാൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുകയാണ്. അതുകൊണ്ട് സിംഗപ്പൂര് എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ റാപ്പിഡ്ലി ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വലിയ സ്കൂളിൽ എന്തുവാ പഠിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, ഒരു എക്സാമ്പിൾ തരാം. എല്ലാ കുട്ടിയും അവർ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ എല്ലാ മദേഴ്സും ആസ്ക് ചെയ്യാറുണ്ട് ഇന്നെന്തുവാ സ്കൂളിൽ പഠിപ്പിച്ചതെന്ന്. പക്ഷേ എല്ലാ പിള്ളേരും ഒരു ഉത്തരമായിരിക്കും തരുന്നത്, കൂടുതലൊന്നും ഇല്ലെന്ന്. ആക്ച്വലി അത് കൂടുതലൊന്നും ഇല്ലെന്നല്ല, എല്ലാ സ്റ്റുഡൻസും സ്കൂളിൽ എന്തുവാ പഠിച്ചതെന്ന് മറന്നുപോയതായിരിക്കും. എന്നിട്ട് പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും കോൺ ബനേഗ കറോർപത്തി എന്ന് പറഞ്ഞൊരു ഷോ അറിയായിരിക്കും. ഒരു പ്രാവശ്യം സുശീൽ കുമാർ എന്ന് പറഞ്ഞൊരു ആള് കോൺ ബനേഗ കറോർപത്തിയിൽ പങ്കെടുത്തായിരുന്നു. എന്നിട്ട് അയാൾ 5 കോടിയാണ് വിൻ ചെയ്തത്. പക്ഷേ ആ പൈസ സുശീൽ കുമാറിൻ്റെ കയ്യിൽ കുറേ നാൾ നിന്നില്ല. അയാൾക്ക് കിട്ടിയ ആ 5 കോടി അയാൾ ആവശ്യമില്ലാത്ത ബിസിനസ്സിനും പിന്നെ അടിച്ചു പൊളിച്ചും, അത് മാത്രമല്ല അയാളെ ഫ്രണ്ട്സും അയാളെ ചതിച്ച് പൈസ എടുത്തോണ്ട് പോയായിരുന്നു. ഇപ്പം അയാൾ ജീവിക്കുന്ന പശുവിടെ പാല് വിറ്റിട്ടാണ്. ആക്ച്വലി സുശീൽ കുമാർ ജീവിച്ചിരിക്കുന്ന ഒരു കഥയും കൂടാണ്. അതുകൊണ്ട് എൻ്റെ പോയിന്റ് എന്തുവെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ എവിടെയും എങ്ങനെയാ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും എവിടെയൊക്കെയാ ചിലവാക്കേണ്ടതെന്നും പഠിപ്പിക്കാറില്ല. ചുരുക്കം പറഞ്ഞാൽ സ്കൂൾ ആക്ച്വലി ഒരു ഗെയിമാണ്. അതായത് സ്കൂളിൻ്റെ എൻഡ് ഇയർ വരെ നിങ്ങൾക്ക് എത്ര A+ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഐഫോണോ അല്ലെങ്കിൽ മാക്ബുക്കോ ഓൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റീവ് ജോബ്സ് ആണ് അത് ക്രിയേറ്റ് ചെയ്തത്. ബട്ട് ആക്ച്വലി സ്റ്റീവ് ജോബ്സ് ഒരു ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെമിസ്റ്റർ തൊട്ട് പഠിത്തം നിർത്തിയെന്ന് പറയാം. ഇപ്പം സ്റ്റീവ് ജോബ്സ് ഡ്രോപ്പ് ഔട്ട് ആവില്ലായിരുന്നെങ്കിൽ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയെ ലോകത്ത് കാണത്തില്ലായിരുന്നു. അത് മാത്രമല്ല, സ്റ്റീവ് ജോബ്സ് വൺ ഓഫ് ദ ഫേമസ് ഡ്രോപ്പ് ഔട്ട്സ് ഇൻ ഹിസ്റ്ററിയാണ്. സ്റ്റീവ് ജോബ്സ് മാത്രമല്ല, ബിൽ ഗേറ്റ്സ്, മാർക്ക് സക്കർബർഗ്, ഈലോൺ മസ്ക്, മൈക്കിൾ ഡെൽ, അങ്ങനെ കുറേ പേര്. ആക്ച്വലി മോസ്റ്റ് ഓഫ് ദ സക്സസ്ഫുൾ കമ്പനീസ് ഡ്രോപ്പ് ഔട്ട്സിൽ നിന്നായിരുന്നു ക്രിയേറ്റ് ആയത്. നിങ്ങൾക്ക് എല്ലാവർക്കും APJ അബ്ദുൽ കലാമിനെ അറിയായിരിക്കും. APJ അബ്ദുൽ കലാം ഒരു ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. വെറും ഒരു ഡ്രോപ്പ് ഔട്ട് അല്ല, ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. എന്നിട്ട് ഓയോ കമ്പനിയുടെ ഫൗണ്ടർ റിതേഷ് അഗർവാൾ ഒരു ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. ഇപ്പം റിതേഷ് അഗർവാൾ ഒരു യങ്ങസ്റ്റ് ബില്യനെയറും കൂടാണ്. നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളും സ്മാർട്ട് കുട്ടികളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഫ്യൂച്ചറിൽ ആക്ച്വലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്, അല്ലാതെ ആൾക്കാരെ എഡ്യൂക്കേഷൻ നോക്കി എല്ലാവർക്കും ഹയർ ചെയ്യുന്നത്. ഈ കാലത്ത് എഡ്യൂക്കേഷനെ ആരും ശ്രദ്ധിക്കത്തില്ല.
പറ്റത്തില്ല. കാരണം നമുക്ക് ഗൂഗിളും സിരിയും ഉണ്ട്. 150 ഇയേഴ്സ് മുമ്പ് ആൾക്കാർ എങ്ങനെയാണ് പഠിച്ചത് ആ രീതി തന്നെയാണ് നമ്മളും ഇപ്പം പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ കാറും 150 ഇയേഴ്സ് മുമ്പുള്ള ഒരു കാറും നോക്ക്. എന്നിട്ട് പിന്നെ ഇപ്പോഴത്തെ ഫോണും 150 ഇയേഴ്സ് മുമ്പുള്ള ഒരു ഫോണും നോക്ക്. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ക്ലാസ് റൂമും നോക്ക്. എന്നിട്ട് 150 ഇയേഴ്സ് മുമ്പുള്ള ഒരു ക്ലാസ് റൂമും നോക്ക്. എനിക്കറിയാം ഒന്നും മാറിയിട്ടില്ലെന്ന്. ഈ ടീച്ചേഴ്സ് പിള്ളേരെ ആക്ച്വലി ഫ്യൂച്ചറിലേക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതോ പാസ്റ്റിലേക്കാണോ? ചില പ്രാവശ്യം ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് എന്നെ ബോറാകും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ക്ലോക്കിൽ എപ്പോഴും നോക്കാതിരിക്കുമ്പം സമയം പെട്ടെന്ന് ഓടുമെന്നാണ്. 1 മണിക്കൂർ കടന്നു പോയതായിട്ട് എനിക്ക് തോന്നും. പക്ഷേ റിയാലിറ്റിയിൽ ആക്ച്വലി 5 മിനിറ്റ് കടന്നു പോയുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എഡ്യൂക്കേഷൻ ബോറായിരിക്കല്, പക്ഷേ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. സ്കൂൾ സിസ്റ്റമിൽ ആക്ച്വലി 5ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർ അവരെ പാഷൻ ഫോളോ ചെയ്ത് പോകണം. പക്ഷേ ഈ കാലത്ത് ഒരു കുട്ടിക്ക് പഠിക്കേണ്ടെങ്കിലും അവർ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ എല്ലാ പേഷ്യൻസിനും സെയിം മെഡിസിൻസ് കൊടുത്താൽ എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അത് മാത്രമല്ല സ്റ്റുഡൻസിന് സ്കൂൾ ഒരു ജയിലായിട്ടാണ് അവർ കാണുന്നത്. കാരണം പിള്ളേർക്ക് ക്ലാസ് എൻ്റർ ചെയ്യാൻ പെർമിഷൻ വേണം, ടോയ്ലറ്റിൽ പോകാൻ പെർമിഷൻ വേണം, പിന്നെ കളിക്കാൻ വേണ്ടി പെർമിഷൻ വേണം, അങ്ങനത്തെ കുറേ പെർമിഷൻസ്. അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സും പേരൻസും പ്രിൻസിപ്പൽസും എല്ലാവരും ഒരു കുട്ടിയെ ആ കുട്ടിയുടെ മാർക്ക് കൊണ്ട് ജഡ്ജ് ചെയ്യില്ലേ. ഗൈസ്, അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നെക്കി ഓളം വെക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. അപ്പം ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ.